ഇത് ഞായറാഴ്ചത്തെ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി. റെഡിയായതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ എടുത്തു. ഇനി ഞാൻ ഗിഫ്റ്റൊക്കെ എടുത്ത സമയം കൊണ്ട് ഇതള് ഓടി വെളിയിൽ പോയി ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി. അപ്പം ഞാൻ പറഞ്ഞു, ബാ നമുക്കൊരു അമ്മച്ചിക്ക് 3 ഗിഫ്റ്റോടെ പിടിക്കാൻ പറ്റത്തില്ല, ഒരു ഗിഫ്റ്റ് ഇതള് പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതള് തിരിച്ച് വന്ന് ഒരു ഗിഫ്റ്റ് മേടിച്ചപ്പോൾ അവൾ കരുതി അവൾക്കത് പൊട്ടിച്ച് നോക്കി കളിക്കാനുള്ളതാണെന്ന് കരുതി. ഞാൻ പറഞ്ഞു, പൊട്ടിക്കണ്ട, അത് അവിടുത്തെ കുഞ്ഞാവയെ നമ്മൾ കാണാൻ പോവല്ലേ, അപ്പോൾ കുഞ്ഞാവയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഈ 56 ചടങ്ങ്? ഞങ്ങളുടെ നാട്ടിലൊക്കെ 56 ചടങ്ങും ഉണ്ട്, കുഞ്ഞിൻ്റെ 28 ചടങ്ങും ഉണ്ട്. 28 ചടങ്ങെന്ന് പറയുമ്പോൾ നമ്മൾ പേരിടും, കുഞ്ഞിന് ചരടും കെട്ടും, പേര് വിടും. ചില സ്ഥലത്ത് പേരിടില്ല 28-ന്. ചടങ്ങ് ആ നൂലുകെട്ട് ചടങ്ങ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, എങ്ങനെയാ കുഞ്ഞുങ്ങളുടെ ആ ചടങ്ങ് നടത്തുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യേ. നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും നമുക്ക് വിലയേറിയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണം. അപ്പം ഞങ്ങളിതേ റെഡിയായി. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണേ, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗിഫ്റ്റ് ഇതളുടെയും കൊടുത്തത് കണ്ട പോകുന്നതുണ്ട് പാവം. കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നത്. അവൾക്കിങ്ങനെ യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ നടന്ന് അവരുടെ വീടെത്തി. ഇതാണ് എൻ്റെ കൂട്ടുകാരി അഭിരാമി. അപ്പോൾ അവളുടെ കുഞ്ഞാവയാണിത്, കണ്ട 57 ദിവസമൊക്കെ ആയതേ ഉള്ളൂ. കുഞ്ഞാവിനെ കണ്ടോ? അവൾക്ക് പേരിട്ടതൊക്കെ വീട്ടിൽ വിളിക്കുന്നത് കിങ്ങിണി എന്നാട്ടോ, അല്ലാണ്ടൊരു പേരിട്ടിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. അത് വായിക്കൊള്ളാൻ പറ്റാത്ത പേരാ, അത് ഞാൻ മറന്നും പോയി. അപ്പോൾ കുഞ്ഞാവയുടെ പേര് കിങ്ങിണി. ഞങ്ങൾ കുഞ്ഞാവിനെ കണ്ട് കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പഴം പപ്പടം പായസം എന്നാണേ ഇവിടെ പെരുമ്പാവൂരുകാർ പറയുന്നത്. ഈ സദ്യക്ക് പഴം പപ്പടം പായസം എന്നാണ് പറയുക. നമ്മൾ കൊടുമണ്ണുകാർ സദ്യ എന്നും പറയും അതിനെ. അപ്പം ഞങ്ങൾ സദ്യയായിരുന്നു, അത് കഴിച്ചു. അപ്പം അത് കഴിച്ച സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതെല്ലാം കൂടെ ഫുഡ് കൊടുക്കാനുള്ളതുകൊണ്ട് ഫോൺ പിടിക്കാൻ ഭയങ്കര പാടായത് കാരണം ഞങ്ങളത് എടുത്തില്ല. പിന്നെ അവൾക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി. ഇതെന്ന് പറയുമ്പം അമ്പാടിയുടെയും കൂടെ കൂട്ടുകാരാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഈ വഴിക്കൊക്കെ നടന്നു വരാറുണ്ട്. ഒരു ഉച്ച കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമ്പം ജസ്റ്റ് ഈ വഴിയൊക്കെ നടന്നു വരും. ഏത് നേരം കുട്ടികൾ 2 പേരും പെരയ്ക്കകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മുഷിപ്പല്ലേ. അപ്പം ഞങ്ങൾ പുറത്തൊക്കെ നടക്കാൻ പോകും. അപ്പം വീട് തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെയൊക്കെ വരുന്നത് കൊണ്ടും അവൾക്കും പരിചയമാണ് ഇവരെയൊക്കെ. അങ്ങനെ അവരുടെ കൂടെ കളിക്കുമായിരുന്നു. ഞാനും കുറച്ച് നേരം അപ്പുറത്ത് മാറിയിരുന്ന് അടുത്ത ചേച്ചിമാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിലെത്തി. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പപ്പയുടെ കിടപ്പ് കണ്ടപ്പോൾ ഇതളിന് ഊഞ്ഞാലാണ്. അപ്പം പിന്നെ ഇതള് ഡ്രസ്സൊക്കെ മാറി ഊഞ്ഞാലൊക്കെ ആടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.